കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ മാഗസിൻ എഡിറ്ററായ എസ്എഫ്ഐ പ്രവർത്തക സുഹൈലയെ എംഎസ്എഫ് പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായി പരാതി. ഇതിൽ പ്രതിഷേധിച്ച് എസ്എഫ്ഐ പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തെ എംഎസ്എഫ് പ്രവർത്തകർ ആക്രമിച്ചു. സ്നേഹ, സുമ, ശ്രീജിത്ത്, സനത്ത് എന്നീ വിദ്യാർത്ഥികൾക്ക് മർദ്ദനത്തിൽ പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ മാഗസിൻ എഡിറ്ററായ സുഹൈലയെ ഒരു സംഘം കോളേജിലെത്തി ഭീഷണിപ്പെടുത്തിയത്. മുസ്ലിം വിദ്യാർത്ഥിനി എന്തിന് എസ്എഫ്ഐയിൽ ചേർന്നുവെന്ന് ചോദിച്ചായിരുന്നു ഭീഷണി. എംഎസ്എഫ് പ്രവർത്തകരാണ് ഭീഷണിക്ക് പിന്നിലെന്ന് എസ്എഫ്ഐ പ്രവർത്തകർ ആരോപിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച എസ്എഫ്ഐ പ്രവർത്തകർ കോളേജിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തെ എംഎസ്എഫ് പ്രവർത്തകർ നേരിടുകയായിരുന്നു. എംഎസ്എഫുകാരുടെ മർദ്ദനത്തിൽ എസ്എഫ്ഐ പ്രവർത്തകരായ സ്നേഹ, സുമ, ശ്രീജിത്ത്, സനത്ത് എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സദാചാര പോലീസ് ചമഞ്ഞാണ് എസ്എഫ്ഐയുടെ കോളേജ് മാഗസിൻ എഡിറ്റർ സുഹൈലയെ എംഎസ്എഫുകാർ ഭീഷണിപ്പെടുത്തിയതെന്ന് കാണിച്ച് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് എസ്എഫ്ഐ പ്രവർത്തകർ പരാതി നൽകി. പ്രകടനം വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിട്ട അവര് പ്രകടനത്തിലേക്ക് വന്നിട്ട് ആദ്യം ശ്രീധരന് എന്നോടെന്തോ പറഞ്ഞു. ശ്രീധരനെ വിളിച്ച് നല്ലോണം കൊടുത്തു. പിന്നെ നമ്മളെ പെൺപിള്ളേർ എല്ലാവരും ഒന്നിച്ചുണ്ടായതാ. പെൺപിള്ളേർ ആമ്പിള്ളേർ വേറെ ഒന്നും ഉണ്ടായിട്ടാ പ്രകടനം. അപ്പം നല്ലോണം കിട്ടി, പെൺപിള്ളേർക്കും കിട്ടി, ആമ്പിള്ളേർക്കും കിട്ടി നല്ലോണം.